എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഉണ്ണിമോള് കളിമണ്ണൊക്കെ കുഴച്ചിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കുട്ടിവാസു ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഉണ്ണിമോള് ചോദിച്ചു, അല്ല കുട്ടിവാസു എന്താ പുഞ്ചിരിക്കണേന്ന് ചോദിക്കാം. ഒന്നുമില്ലാന്ന് പറയണേ. അല്ല എന്തോ കാര്യമുണ്ട്. ഞാനേ ആ ചേച്ചിയുടെ കാര്യം ഓർത്താന്ന് പറഞ്ഞു. ചേച്ചിയുടെ കാര്യം? ഏത് ചേച്ചിയുടെ കാര്യം? അല്ല അതൊരു കഥയാന്ന് പറയണേ. കഥയോ? ആഹാ, കഥകൾ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. എന്താ കുട്ടിവാസു എന്നോടും കൂടെ ആ കഥയൊന്ന് പറയാന്ന് ചോദിക്കണം. അതെ, പണ്ടൊരു ചേച്ചി ഇങ്ങനെ ഒരു നാട്ടിലുണ്ടായിരുന്നു. ആ ചേച്ചി ഭയങ്കര പാവപ്പെട്ട വീട്ടിലെ ചേച്ചിയായിരുന്നു. പക്ഷെ പാവപ്പെട്ട വീട്ടിലെ ചേച്ചിയുള്ളൂ ആ ചേച്ചിനെ കാണാനായിട്ട് ഭയങ്കര സുന്ദരിയായിരുന്നു പറയണം. അതുകൊണ്ട് ആ ചേച്ചിനെ കല്യാണം കഴിക്കാനായിട്ട് ഒത്തിരി ആൾക്കാർ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ആ ചേച്ചിക്ക് അവരെ ആരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണം. ആഹാ, അത് കൊള്ളാലോ ഉണ്ണിമോള് പറയാ. പിന്നീട് ആ നാട്ടിലെ പ്രമാണി, അപ്പൊ ആ പ്രമാണിയുടെ മകനും ആ ചേച്ചിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു. പക്ഷെങ്കിൽ ആ ചേച്ചിക്ക് അവരെ ആരും വിവാഹം കഴിക്കാനായിട്ട് താല്പര്യമില്ലായിരുന്നു പറയാ. ഇത് കേട്ട് ഉണ്ണിമോള് പറഞ്ഞു, അതെന്താ ആ ചേച്ചിക്ക് അവരെ ആരെയും വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാതിരുന്നേ? ആ ചേച്ചിയുടെ ആഗ്രഹം ശിവഭഗവാൻ തന്റെ അരിയിലേക്ക് വരും. അപ്പൊ ശിവഭഗവാൻ തന്റെ അരിയിൽ തന്നെ വിവാഹം കഴിക്കണമെന്നായിരുന്നു ആ ചേച്ചിയുടെ ആഗ്രഹം എന്ന് പറയാം. ഉണ്ണിമോൾക്ക് ഇത് കേട്ടപ്പോ ചിരി വന്നു. ശിവഭഗവാൻ അരികെ വന്ന് ആ ചേച്ചിനെ വിവാഹം കഴിക്കാനേ? അതെ, അങ്ങനെയായിരുന്നു പറയണം. എന്നിട്ടോ എന്നിട്ട് ആ ചേച്ചി എന്ത് ചെയ്തു? ആ ചേച്ചി തന്റെ ആഗ്രഹം പറഞ്ഞുകൊണ്ട് ഒരു മുനിയുടെ അടുത്ത് ചെന്നു. അപ്പൊ ആ മുനി പറഞ്ഞു, കുറെ നാളെ ചേച്ചി കാത്തിരുന്നു, എന്നിട്ട് ശിവഭഗവാൻ വന്നില്ല, അതുകൊണ്ടാണ് മുനിയുടെ അടുത്ത് ചെന്നത്. മുനി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഒരു ശിവലിംഗം കൊത്തിയിട്ട് അതിനകത്ത് കൂവളത്തമാല കൊണ്ട് അർച്ചനകളൊക്കെ അർപ്പിച്ചു നോക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അരിയിലേക്ക് ശിവഭഗവാൻ വരുമെന്ന് പറയണം. അങ്ങനെ ഭഗവാന് വേണ്ടിയിട്ട് ഒരു ശിവലിംഗം കുത്താനായിട്ട് തുടങ്ങി. ഈ സമയത്ത് ഉണ്ണിമോള് കളിമണ്ണും കൊണ്ട് അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ കഥ കേട്ടോണ്ട് ഉണ്ണിമോളെ കഥയിൽ തന്നെ മുഴുകിക്കൊണ്ട് അങ്ങനെ കളിമണ്ണും കൊണ്ട് ചുമ്മാ ഒരിങ്ങനെ കാര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് കുട്ടിവാസ് പറഞ്ഞു, അതെ അങ്ങനെ ശിവലിംഗം കൊത്താനായിട്ട് ആദ്യം വലിയൊരു കരിങ്കല്ല് എടുത്തുകൊണ്ടൊന്ന് കൊത്താൻ തുടങ്ങി. പക്ഷെ എത്ര കുത്തിയിട്ടും അതങ്ങോട്ട് ശരിയായില്ല. അവസാനം പിന്നെ വീണ്ടും ആ മുനിയുടെ അടുത്ത് ചെന്നു. അപ്പൊ മുനി പറഞ്ഞൊരു കാര്യം ചെയ്യുക, ഇനിയിപ്പൊ കല്ലേ കൊത്താൻ പറ്റിയില്ലെങ്കിൽ മരത്തെ കൊത്താനായിട്ട് പറയുകയാണ്. അങ്ങനെ ഒരു മരത്തെ കൊത്താനായിട്ട് തുടങ്ങി. മരത്തേലും കുറെ നാൾ കുത്തിയിട്ട് ശരിയായില്ല. പിന്നെ എന്ത് ചെയ്തു? പിന്നെ അവസാനം മുനിയുടെ അടുത്ത് മുനി പറഞ്ഞു, ഒന്നൊരു കാര്യം ചെയ്യുക, കളിമണ്ണിൽ ഉണ്ടാക്കാൻ പറയണം. അങ്ങനെ കളിമണ്ണ് ചേച്ചി ഉണ്ടാക്കാൻ ആരംഭിച്ചു. കളിമണ്ണിലുണ്ടായി കൃത്യമായി ചേച്ചി കളിമണ്ണില് കൊത്തി ഉണ്ടാക്കി. അവസാനം അതിന് കൂവളത്തിന് മാല കൊണ്ട് അർച്ചനയൊക്കെ കഴിപ്പിച്ചെന്ന് പറയണം. ആഹാ, അങ്ങനെയാണെങ്കിൽ ആ ചേച്ചിയുടെ അടുത്തേക്ക് ശിവഭഗവാൻ വന്നു കാണുമായിരിക്കുമല്ലോ അല്ലേന്ന് ചോദിക്കണം. അതെ, ശിവഭഗവാൻ വന്ന് ചേച്ചിയുടെ അടുത്തെന്ന് പറയണം. ചേച്ചിക്ക് ഭയങ്കര സന്തോഷമാവും ചെയ്യുമെന്ന് പറയണം. ഉണ്ണിമോള് പറഞ്ഞു, ആ എന്നിട്ട് ചേച്ചിനെ വിവാഹം കഴിച്ചോന്ന് ചോദിക്കുകയാണ്. അതെ, ശിവഭഗവാന് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കാലങ്ങൾ കുറെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ചേച്ചി ശിവലിംഗം ഉണ്ടാക്കാനായിട്ട് കുറെ നാളുകൾ എടുത്തു. അപ്പൊ ആ സമയത്ത് ആ ചേച്ചിയുടെ പ്രായമായിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി വൃദ്ധയായി പോയി. അവസാനം ശിവലിംഗം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ചേച്ചിക്ക് പ്രായമായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാന ദിവസം ശിവലിംഗം പണിത് പൂർത്തിയായ സമയത്ത് ശിവഭഗവാൻ ആ ചേച്ചിയുടെ അടിയിലേക്ക് വന്നു. അങ്ങനെ കൂവളത്തലമാലയൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് ഒരു നോക്ക് കാണാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പത്തേക്കും ആ ചേച്ചി മരിച്ചു വീണു. കാരണം വൃദ്ധിയായി പോയില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് ഉണ്ണിമോള് ഒരു ഞെട്ടലോടെ താന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അത്തേലേക്ക് നോക്കുവാണ്. പെട്ടെന്നാണ് ഉണ്ണിമോൾക്ക് അത് മനസ്സിലാകുന്നത്. തന്റെ കയ്യിലൊരു ശിവലിംഗം ഇരിക്കുന്നു. ഇതെന്താ ഇത്? കുട്ടിവാസം ഒന്ന് നോക്കിയേ, എന്റെ കയ്യിലൊരു ശിവലിംഗം എന്ന് പറയണേ. ഇത് കേട്ട് കുട്ടിവാസം ഒന്ന് പുഞ്ചിരിച്ചു. ഉണ്ണിമോളി ചിലപ്പം ഞാൻ ഈ കഥ ശിവഭഗവാന്റെ കഥ പറഞ്ഞുകൊണ്ടായിരിക്കും ഉണ്ണിമോള് ശിവലിംഗം ഉണ്ടാക്കിയതല്ലേന്ന് ചോദിക്കണം. എനിക്കറിയില്ല ഞാനിത് എങ്ങനെ ഉണ്ടാക്കിയെന്ന്. ഞാന് ഇതേ കുട്ടിവാസ് പറയുന്ന കഥകൾ കേട്ടോണ്ടിരിക്കുവായിരുന്നു പറയണം. ആ സമയം ഗിരിദേവനും ഭാവയും കൂടെ അങ്ങോട്ട് വന്നു. ഗിരിദേവൻ വന്നിട്ട്, ആഹാ ഉണ്ണിമോള് ശിവലിംഗമാണോ ഉണ്ടാക്കിയെന്ന് ചോദിക്കണം. എനിക്കറിയത്തില്ല ഗിരിദേവ ഇതെങ്ങനെയാ ഉണ്ടാക്കിയെന്ന്. ഇതേ ഞാൻ ഈ കുട്ടിവാസുവിന്റെ കഥ കേട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അവസാനം ആ കഥ കേട്ടോണ്ടായിരിക്കാം ഈ ശിവലിംഗം ഞാൻ ഉണ്ടാക്കിയെന്ന് പറയാം. പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഉണ്ണിമോൾ അതവിടെ വെച്ചിട്ട് ദേ കൂവളത്തലമാല കൊണ്ട് അതിന് അർച്ചന ചെയ്യാൻ പറയണേ. നമ്മൾ അർച്ചന ചെയ്യാനോ? അത് ശരിയാത്തില്ല. ഈ കുട്ടികളൊന്നും അർച്ചന ചെയ്യാൻ പാടില്ല. അതൊക്കെ തിരുമേനിമാരെ അർച്ചന ചെയ്യുന്നതെന്ന് പറയണം. ഇതേട്ടൻ ഗിരിദേവൻ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, വേണ്ട എനിക്ക് പേടിയാ, ഞാൻ ചെയ്യില്ല എന്ന് പറയണം. അപ്പൊ എവിടുന്നാന്നറിയില്ല കുറെ കൂവളത്തലമാല അതിന് മേളിലേക്ക് വീഴുകയാണ്. പെട്ടെന്ന് ബാബ പറഞ്ഞിതേ അങ്ങനെ ആ ശിവലിംഗത്തിന് അർച്ചന ആയല്ലോ എന്ന് പറയാണ്. ഇനിയിപ്പോൾ അത് ഉപേക്ഷിക്കാൻ പാടില്ല. അർച്ചന ചെയ്ത് ശിവലിംഗം ഉപേക്ഷിക്കാൻ പാടില്ല. ഒരു കാര്യം ചെയ്യാം, ഉണ്ണിമോൾ അത് കയ്യിലെടുത്താളാൻ പറയാണ്. ഇത് കയ്യിലെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാനാ ഗിരിദേവാന്ന് ചോദിക്കണം. ഇത് കുട്ടിവാസുവിന്റെ വീട്ടിലേക്കല്ലേ നമ്മൾ പോന്നേ, കുട്ടിവാസുവിന്റെ വീട്ടിൽ കൊണ്ടേ വെക്ക്, ഇത് കളയണ്ടെന്ന് നശിപ്പിക്കണ്ടെന്ന് പറയാണ്.
അങ്ങനെ അതുമായിട്ട് ഉണ്ണിമോൾ കുട്ടിവാസുവിന്റെ വീട്ടിലേക്ക് പോവാം. ആ സമയം അനസയും മിനിയും കൂടെ തിരികെ വീട്ടിലേക്ക് എത്തുവാണ് പണിക്കരെ കണ്ടിട്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വിനോദ് അവിടെ ചായ കുടിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ മുത്തശ്ശി അരിയെ നിൽപ്പുണ്ട്. വിനോദ് പെട്ടെന്ന് അനസൂയോടിച്ചു, നീ ഇത് എവിടെ പോയതാ? എവിടെയെങ്കിലും പോവാണെന്ന് പറഞ്ഞിട്ട് വേണ്ടേ പോകാനായിട്ട്? മനുഷ്യനാണ് ഇവിടെ തലവേദനെടുത്ത് തല പൊട്ടുക. ഒരു ഗ്ലാസ് ചായ എടുത്തു തരാൻ പോലും ഈ വീട്ടിൽ ആരും ഇല്ലെന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, അതിനെന്താ, ഞാൻ കൊണ്ട് തന്നില്ലേ വിനോദെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് അനസൂയ ചോദിച്ചു, അല്ല അമ്മ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ എവിടെയെങ്കിലും ശിവഭഗവാന്റെ ക്ഷേത്രം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ്. അതെന്താ അങ്ങനെ, അടുത്തെവിടെയെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ, അല്ല നമുക്ക് ശിവഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. ഇത് കേട്ട് വിനോദിച്ചു, നിനക്കിത് എന്തു പറ്റിയ അനസൂയെ, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശി പറഞ്ഞു, അതെന്താ ഇപ്പൊ പ്രത്യേകിച്ച് ശിവഭഗവാനെ പെട്ടെന്ന് പ്രീതിപ്പെടുത്തുന്ന ഒരു തോന്നൽ തോന്നിയത് എന്താന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് മിനി പറഞ്ഞു, അല്ല നമ്മൾ പ്രീതിപ്പെടുത്താനായിട്ട് ശിവഭഗവാന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ, അതൊക്കെ ചോദിക്കുകയാണ്. കാരണം ഓരോന്നിനും ഓരോ ഇതുണ്ടല്ലോ, ഓരോ ദൈവങ്ങൾക്കും. ഇപ്പം ഗണപതി ഭഗവാനെ ഒരു തവണ വലം വെച്ചാൽ മതി. അതുപോലെ ഈ മഹാവിഷ്ണുവിനെ ആണെങ്കിലും ദേവിനെ ആണെങ്കിലും 4 തവണ, ശിവഭഗവാന് 3 തവണ പ്രദക്ഷിണം വെക്കണം എന്നല്ലേ പറയണേ. അപ്പോൾ ഓരോന്നിനും ഓരോ ഇതുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ചോദിച്ചെന്നറിയാം. മുത്തശ്ശി പറഞ്ഞു, ശിവഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട് കൂവളത്തലമാല സമർപ്പിക്കണം, പിന്നെ പാലഭിഷേകം അങ്ങനെ എല്ലാം നടത്തുന്നവരൊക്കെ ഉണ്ടെന്ന് പറയാണ് പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്. ആഗ്രഹ നിർവൃതിക്ക് വേണ്ട അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാം. ഇത്തരം വിനോദി ചോദിച്ചു, നിനക്കിത് എന്താ അനസൂയെ, നീ എന്തിനാ ഇപ്പൊ ശിവഭഗവാനെ പ്രീതിപ്പെടുത്താൻ പോണേന്ന് ചോദിക്കുകയാണ്. അതിന് ഇവിടെ ആർക്കും ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ. മുത്തശ്ശി പറഞ്ഞു, ആയുസ്സും ആരോഗ്യം തിരികെ കിട്ടാൻ വേണ്ടിയിട്ട്, കാരണം കൂടുതൽ കാലം ആയുസ് ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ട ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതെന്നൊക്കെ പറയണം. വിനോദ് പറഞ്ഞു, ഇപ്പൊ ഇവിടെ ആർക്കും എന്താ സംഭവിക്കുന്നത്, നമ്മൾ രണ്ടും ചെറിയ പ്രായമല്ല, അതിൽ വലിയ പ്രായമൊന്നുമില്ലോ, എന്താ നമ്മളിപ്പം മരിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാണ്. ഇത് കേട്ടത് അനസൂയ പറഞ്ഞു, മനുഷ്യന്റെ കാര്യമല്ലേ, എപ്പോഴാ ഏത് സമയമാണെന്ന് അറിയത്തില്ലോ എന്ന് പറയാം. ദേ നിനക്ക് പ്രാന്ത എൻ്റെ അമ്മേ, ഇതിന് വല്ല പ്രാന്താശുല്ലോ കൊണ്ടുപോകുകയും ചെയ്യണ്ടേ, ഭട്ടിന്റെ ഡോക്ടറെ കാണിക്കേണ്ടേ, അല്ലാതെ അവള് ശിവഭഗവാനെ പ്രീതിപ്പെടുത്താൻ നടത്തുന്നു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് അനസൂയ ഒന്നും മിണ്ടാതെ അകത്തേക്ക് സങ്കടത്തോടെ കയറി പോവാണ്. മിനി ആ കൂടെ അങ്ങോട്ട് പോയി. മുത്തശ്ശി, എന്തിനാണ് നീ അവളോട് ദേഷ്യപ്പെടാൻ പോയത്? പിന്നല്ലാതെ എനിക്ക് ഷോപ്പിലൊക്കെ പോണ്ടേ, അവളെയും കൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവൾക്ക് ഇത് വല്ല അറിയണോ എന്ന് ചോദിച്ചിട്ട് വിനോദ് ദേഷ്യത്തിൽ അങ്ങോട്ട് പോവാണ്. വിനോദിന് അറിയത്തില്ല എന്താ കാര്യം എന്നുള്ളത്. പിന്നീട് മുറിയിലേക്ക് എന്നിട്ട് പൂജാമുറിയിലേക്ക് ചെല്ലുവാണ് അനസൂയ. എന്നിട്ട് പൂജാമുറിച്ച് പ്രാർത്ഥിക്കുക, എൻ്റെ അയ്യപ്പസ്വാമി, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്, എനിക്ക് ശിവഭഗവാനെ പ്രീതിപ്പെടുത്തണമെന്നുണ്ട്. ഇപ്പം ഒരിടത്തും പോയി ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം, പക്ഷെ എൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ മനസ്സിൽ ശിവഭഗവാൻ നിറഞ്ഞു നിൽക്കുക. എങ്ങനെയെങ്കിലും എൻ്റെ അയ്യപ്പസ്വാമി ഇത് ശിവഭഗവാനെ പ്രീതിപ്പെടുത്തിയിട്ടാണെങ്കിലും എനിക്ക് എൻ്റെ ഉണ്ണിമോളുടെ ജീവൻ തിരികെ കിട്ടണം. ഭാവം എൻ്റെ ഉണ്ണിമോള്, അവൾക്കൊരു പോറൽ പോലും സംഭവിക്കാൻ നീ കാത്തോണം, നീ എപ്പോഴും അവൾക്ക് തുണയായിട്ട് കൂടെയുള്ളത്. ഇനി നീ കാണണം, എങ്ങനെയും രക്ഷയാകണം എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട്. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന ധ്യാനത്തിലിരുന്ന് അയ്യപ്പസ്വാമി കേട്ടു. അയ്യപ്പസ്വാമി ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് അനസൂയയുടെ പ്രാർത്ഥന. അങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് വാവ ഇങ്ങോട്ട് വരുവാണ്. വാവ വന്നു കഴിയുമ്പോഴത്തേനും അയ്യപ്പസ്വാമി ധ്യാനത്തിൽ നിന്ന് തുടർന്നു. എന്നിട്ട് പറഞ്ഞു, വാവ അയ്യപ്പസ്വാമിയോട് പറഞ്ഞു, കണ്ടില്ലേ പോറ്റമ്മയുടെ പ്രാർത്ഥന, പെറ്റമ്മയല്ല പോറ്റമ്മയാണ്, എന്നിട്ട് പോലും ഉണ്ണിമോള് ജീവന് വേണ്ടി കേണ അപേക്ഷിക്കുകയാണ്. ഒരു പെറ്റമ്മയെക്കാളും കൂടുതൽ സ്നേഹം കൊടുത്തിട്ടാണ് ഇപ്പം ആ അമ്മ ഉണ്ണിമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആ അമ്മയുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാനായിട്ട് ഗിരിദേവന് പറ്റുമോ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗിരിദേവൻ ഒന്ന് പുഞ്ചിരിച്ചു. എനിക്കറിയാം ഗിരിദേവന്, കാരണം ശിവാംശമുള്ള ഗുളികനെ എതിർക്കാൻ ഒന്നിനും സാധിക്കില്ലെന്നറിയാം, പക്ഷെ ആ അമ്മയുടെ പ്രാർത്ഥന അത് കേൾക്കാതിരിക്കാൻ ഗിരിദേവന് സാധിക്കുമെന്ന് ചോദിക്കുക. ഇതിന് പകരമായിട്ട് ഗിരിദേവനൊന്നും പറഞ്ഞില്ല. ഗിരിദേവനൊന്ന് പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തേ. പിന്നീട് കാണിക്കുന്നത് ആ ശിവലിംഗം കൊണ്ടുവന്ന് കുട്ടിവാസുവിന്റെ വീട്ടിൽ വെക്കുവാണ്. കുട്ടിവാസുവിന്റെ വീട്ടിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിമോൾക്ക് വല്ലാത്തൊരു വെപ്രാളം വിഷമമൊക്കെ ഉണ്ട്. ഉണ്ണിമോള് പറഞ്ഞു, അല്ല ഈ ശിവലിംഗം ഇതെന്തിനാ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ഈ ശിവലിംഗം നമുക്ക് ഇങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പാടില്ല, അത് അർച്ചന കഴിഞ്ഞ് ശിവലിംഗം അല്ലേന്ന് ചോദിക്കും. ഉണ്ണിമോള് പറഞ്ഞു, എനിക്കറിയത്തില്ല, എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല, പിള്ളേർ അർച്ചന നടത്തുമെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയണം. ഇത് കേട്ടോ കുട്ടിവാസ് പറഞ്ഞു, അതെ ഉണ്ണിമോള് പേടിക്കൊന്നും വേണ്ട, ഉണ്ണിമോള് ധൈര്യമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറയണം. പിന്നീട് ഉണ്ണിമോൾ അങ്ങോട്ട് കിടന്നുറങ്ങാനായിട്ട് അങ്ങോട്ട് പോവാ. അങ്ങനെ നല്ല ഉറക്കത്തിന് സമയമായി കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിമോള് പെട്ടെന്നൊരു ഓം നമ ശിവായ എന്നുള്ളൊരു പ്രാർത്ഥന മന്ത്രം കേൾക്കുക. കാരണം ഉണ്ണിമോള് വെച്ചിരുന്ന ആ ശിവലിംഗത്തിന്റെ ചുറ്റും പുഷ്പങ്ങളൊക്കെ വന്ന് തിരിയൊക്കെ താനേ തെളിഞ്ഞു. പെട്ടെന്ന് ഉണ്ണിമോൾ ഇങ്ങനെ സ്വപ്നത്തിൽ നിന്നുകൊണ്ട് ഞെട്ടി ഉണരുവാണ്. ഞെട്ടി ഉണർന്ന് വന്ന് നോക്കിക്കഴിയുമ്പോഴത്തേനും ആ ശിവലിംഗത്തിന് ചുറ്റും കുറെ പുഷ്പങ്ങൾ കിടക്കണു, തിരിയൊക്കെ താനേ തെളിഞ്ഞിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു, താനൊന്നും ചെയ്തില്ലോ, എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. അപ്പത്തേനും ഗിരിദേവനും ബാബയും അവരെല്ലാം കൂടെ അങ്ങോട്ട് വന്നു. അപ്പൊ പെട്ടെന്ന് ഉണ്ണിമോളോട്, നോക്ക് ഗിരിദേവ, ഇങ്ങോട്ട് നോക്ക്, ഇതേ ഞാനിവിടെ തിരിയൊന്നും തെളിച്ചില്ല, പക്ഷെ തിരിയൊക്കെ താനേ തെളിഞ്ഞിട്ടുണ്ട്, എന്താ അതിന് അർത്ഥം എന്ന് ചോദിക്കുകയാണ്.
ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗിരിദേവൻ പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ ഇവിടെ ദേവതകൾ ആരെങ്കിലും വന്നിട്ടുണ്ടായിരിക്കാം. ഇവിടെ ശിവന്റെ സാന്നിധ്യം ഉണ്ട്, ശിവഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ദേവതകളെ ആരെങ്കിലും വന്നിട്ട് തിരി കൊളുത്തിയതായിരിക്കാം, അർച്ചനകളൊക്കെ നടത്തിയതായിരിക്കാം എന്ന് പറയണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ണിമോളെ അത്ഭുതത്തോട് കൂടിയിട്ട് അങ്ങനെ നോക്കുവാണ്. പെട്ടെന്ന് തന്നെ കുട്ടിവാസു പറഞ്ഞു, അല്ല ഉണ്ണിമോളുണ്ടാക്കിയത് ശിവലിംഗം അല്ലേ? ശിവലിംഗത്തെ കുറിച്ച് ഉണ്ണിമോൾക്ക് എന്താ അറിയാന്ന് ചോദിക്കാം. ഉണ്ണിമോളൊന്നും മിണ്ടിയില്ല. ശിവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ എന്താന്ന്, മംഗളകാരി എന്നർത്ഥം. അപ്പം ഈ മംഗളകാരിയായ ഈ ശിവലിംഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനായിട്ട് വിഷ്ണു ഭഗവാനും ബ്രഹ്മാവും കുറെ നടന്നിട്ടുണ്ട്. ഈ ശിവലിംഗത്തിന്റെ ആദ്യ ഏതാ അന്തമെന്ന് അറിയാൻ വേണ്ടി. പക്ഷെ അവർക്ക് അതൊന്നും കണ്ടുപിടിക്കാൻ കൂടി പറ്റിയിട്ടില്ല. അറിയാലോ ഈ ശിവലിംഗത്തിന് 7 പാദങ്ങളുണ്ട്. പക്ഷെ ഉണ്ണിമോൾ ഇതൊന്നും അറിയത്തില്ലാതെ ഈ ശിവലിംഗം ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇതൊന്നും ഉണ്ണിമോൾക്ക് അറിയത്തില്ല, 7 പാദങ്ങളുണ്ടെന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ ഉണ്ണിമോൾ വല്ല കൃത്യമായിട്ട് എല്ലാ പാദങ്ങളും ഉണ്ടാക്കിയാണ് ഈ ശിവലിംഗം നിർമ്മിച്ചിരിക്കുന്നത് പറയാ. ഉണ്ണിമോൾക്ക് അത്ഭുതമായിരുന്നു. ഉണ്ണിമോൾ പറഞ്ഞു, എനിക്കറിയത്തില്ല അത് എങ്ങനെ ഉണ്ടാക്കുന്നത്. പക്ഷെ എങ്കിലും ഞാൻ ആ കുട്ടിവാസുവിന്റെ കഥ കേട്ടിരുന്ന അറിയാതെ ഇത് ഈ രൂപം അങ്ങോട്ട് മെനഞ്ഞുണ്ടാക്കിയതാന്ന് പറയാണ്. തീടനും ഗിരിദേവനും ഭാവയൊക്കെ പരസ്പരം നോക്കി പുഞ്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഇനിയിപ്പം ശിവഭഗവാൻ വന്ന് ഉണ്ണിമോളെ അനുഗ്രഹിക്കുമെന്നൊന്നും അറിയത്തില്ല. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.